ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ മസാല കപ്പലണ്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. കപ്പലണ്ടി ഞാനൊരു 20 മിനിറ്റ് വെള്ളത്തിലോട്ട് കുതിർത്ത് വെച്ച് ഇത് ഇനി കഴുകി നമ്മൾ എടുക്കുവാണ്. ഇതിനകത്ത് ഞാൻ ഒരു സ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട്, കടലമാവ്, ചില്ലി പൗഡർ, കാശ്മീർ ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി വെള്ളം പോലെ ആകാൻ പാടില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ ഇച്ചിരിയും കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെക്കാമേ. അപ്പോഴത്തേക്ക് നമുക്ക് കടായി അടുപ്പത്ത് വെച്ച് എണ്ണയൊന്ന് ചൂടാക്കാം. ഇവിടെ ഞാൻ കുറച്ച് കരിയാപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ 2 വെളുത്തുള്ളി മുഴുവനോടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി അരിപ്പൊടിയോട് ചേർക്കാമേ. ഞാനകത്ത് ഒരു 1/2 സ്പൂൺ അരിപ്പൊടിയോട് ഇട്ടേ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഞാനകത്ത് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. ലോ ഫ്ലെയിമിലേ ഇടാവൂ. ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇളക്കാൻ പാടില്ല. ഒരു മിനിറ്റ് കഴിഞ്ഞേ നമ്മൾ ഇളക്കാവൂ. ഇതുപോലൊന്ന് തവിയുടെ പുറകുവശം വെച്ച് ഇതുപോലൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവൂ. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ അകം വേഗത്തിൽ, പുറം മാത്രം കരിഞ്ഞു പോകും. ഇതൊക്കെ ഇത് കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കോരാൻ പോവാണ്. ഇവിടെ നമ്മുടെ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. മസാല കപ്പലണ്ടി. ഇനി ഞാൻ അതിനകത്തോട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇടുവാണേ. കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ടു. അങ്ങനെ നമ്മുടെ മസാല കപ്പലണ്ടി റെഡി. അടിപൊളിയാണേ. ഒക്കെ മഴയാണ്, നല്ല ചൂട് ചായയും ഇതുപോലൊരു കപ്പലണ്ടി, മസാല കപ്പലണ്ടി വറുത്ത് കഴിക്കാമെങ്കിൽ അടിപൊളി. അടിപൊളിയാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ. നമ്മൾ മസാല കപ്പലണ്ടി കടയിൽ പോയി മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതുപോലെ നമ്മളൊന്ന് വീട്ടിൽ ഉണ്ടാക്കാമെങ്കിൽ സൂപ്പറാണ്, അടിപൊളിയാണ്, വില കുറവുമാണ്. അതുകൊണ്ട് ഇതുപോലെ വീട്ടിൽ നിങ്ങളുണ്ടാക്കാൻ ട്രൈ ചെയ്യണേ. അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. ഇതേ മെത്തേഡിൽ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളിയാണ്. Thanks for watching my video. Please like, share and subscribe my channel. Thank you.